ഹായ് ഡിയേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്ക് ഒരു മിക്സഡ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഓക്കെ, ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചിക്കനും ചെമ്മീനും നന്നായി മസാല പുരട്ടി വയ്ക്കേണ്ടതുണ്ട്. അതിനായി ചിക്കൻ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ച് വയ്ക്കാം. ചെമ്മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് തിരുമ്മി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. റൈസ് ഞാനിവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് കാണിച്ചിട്ടില്ല കേട്ടോ. 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 സ്പൂൺ റോസ് വാട്ടറും ആഡ് ചെയ്ത് ഉപ്പും മസാലക്കൂട്ടും ചേർത്താണ് റൈസ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് നമുക്ക് ചിക്കനും ചെമ്മീനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ എണ്ണയിലേക്ക് തന്നെ കാഷ്യൂനട്ടും കിസ്മിസും സവോളയും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഫ്രൈ റൈസ് റെഡിയാക്കുന്നതിനായി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വെള്ളുള്ളി, സവോള, പച്ചമുളക് എന്നിവ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഓരോ വെജിറ്റബിൾസായി ആഡ് ചെയ്യാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഇളക്കിയ ശേഷം ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 2 മുട്ട ഉപ്പിട്ട് പതപ്പിച്ച ശേഷം അത് ആഡ് ചെയ്യുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്നായി ചിക്കി യോജിപ്പിച്ച് കൊടുക്കുക. മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം ഇതിനാവശ്യമായ 1/2 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ സോസ് വീതം ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പും നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ സമയം തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചെമ്മീനും ആഡ് ചെയ്യാം. മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, സവോള എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. അതിനുശേഷം നമ്മുടെ റൈസ് കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടിയിൽ നിന്നൊക്കെ ഇളക്കി നമുക്ക് നന്നായി ചൂടായി കഴിയുമ്പോൾ സർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇതിനോടൊപ്പം സെർവ് ചെയ്യുന്നതിനായി ചിക്കൻ ഫ്രൈ ചെയ്തതും സാലഡും അച്ചാറുമാണ് ഉള്ളത്. ജീരകവെള്ളവും ചൂടോടുകൂടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് എല്ലാവരും മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ. അതിലുള്ള ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസും ഞാനിടുമ്പോൾ അപ്പോൾ കാണാൻ പറ്റുവേ. താങ്ക്